അല്പം ആത്മീയ വായനയായാലോ? ദൈവം നൽകുന്ന സ്നേഹ സംരക്ഷണം വചനം വെളിവാക്കുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണിത്. അതെ, സ്നേഹം ദൈവത്തോട് നമ്മെ ഉറപ്പിച്ചു നിർത്തി ആത്മാവിന് ധീരത പ്രദാനം ചെയ്യുന്നു. ക്രിസ്തു ശിഷ്യൻ്റെ ധീരതയുടെ അടിസ്ഥാനം ആയുധമോ സമ്പത്തോ അധികാരമോ സംവിധാനങ്ങളോ അല്ല, ദൈവം തന്നെയാണത്. സ്നേഹത്തിൽ ദൈവവുമായി ഐക്യപ്പെട്ട വ്യക്തി സുധീരം പ്രതിസന്ധികളെ നേരിടുന്നു. ലോകം മുഴുവൻ എതിർത്താലും ജീവൻ ഹോമിക്കേണ്ടി വന്നാലും ക്രിസ്തു ശിഷ്യൻ നഷ്ടധൈര്യനാവുകയില്ല. കാരണം ദൈവമാണ് അവൻ്റെ ആശ്രയം. സ്നേഹത്തിൽ ഒരിക്കലും ഭയത്തിന് ഇടമില്ല. സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടേണ്ടതില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 46:1-3. ദൈവസ്നേഹാനുഭവത്തിലായിരിക്കുന്ന ആത്മാവ് കൈവരിക്കുന്ന ധീരതയാണിത്. ദൈവം അരുളിച്ചെയ്യുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം. ദൈവം നമുക്ക് ഉറപ്പുള്ള സഹായകനും ശക്തി കേന്ദ്രവുമാണ്. അവിടുത്തെ ആശ്രയിച്ചാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ എന്നാണ് വചനം പറയുന്നത്. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെയാണ്. നമുക്ക് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് അവിടുത്തെ അഭയം പ്രാപിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.